ഗൈസ്. വീട്ടിൽ വെച്ച് ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ട്രിപ്പാണ്. ട്രിപ്പ് എവിടാന്ന് വെച്ചാൽ മൂന്നാറാണ് പോകുന്ന സമയം. ഇപ്പോൾ 11:45. വെളുപ്പിനെ വട്ടവട ഒന്നും അല്ല, 11:45 സത്യം പറഞ്ഞ ഇപ്പൊ ഉള്ള കാര്യം പറയാലോ. അപ്പം മടിച്ചല്ല കേസ്, 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന ആൾക്കാരും 11:30 എറണാകുളത്തേക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന 11:30 എറണാകുളത്തേക്ക്. അതെ, അപ്പം എന്തായാലും അതേ പോകത്തുള്ളൂ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്നത് മഴയും കാര്യങ്ങളൊക്കെ അത്ര ധൃതി വെക്കത്തില്ല. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ട്രിപ്പിൻ്റെ ആയിരിക്കും. നോക്കി കണ്ട നമ്മളതൊരു വീഡിയോ എടുക്കാനത്ത് കറക്റ്റായിട്ട് അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിലേക്കുള്ള യാത്ര ഒന്നും ആയിട്ടില്ല, എറണാകുളം ആയിട്ടേ ഉള്ളൂ, പകുതി പോലും ആയിട്ടില്ല. ഇനി ചെല്ലുമ്പോൾ എന്തായാലും ഈവനിങ് ആവും. ഈവനിങ് ആകുമ്പോഴേ നമ്മളവിടെ എത്തത്തുള്ളൂ എന്തായാലും. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ 11 മണിക്കാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈവനിങ്ങിനെ ഇനി അവിടെ ചെല്ലത്തുള്ളൂ. ഇനി പോകുന്ന വഴിക്ക് വേണം ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ഞങ്ങൾ ചെറിയ സ്നാക്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേണ്ട ഞാൻ കപ്പുറത്താണ് എടുത്തത്. അപ്പോൾ അത് വേണ്ട ഞാൻ കഴിക്കുവാണ്, അവന്മാർക്കും കൊടുക്കുവാണ്. കാരണം കാറിലിരുന്ന് കഴിക്കാൻ അപ്പം ഒരു ഇടയ്ക്ക് വിശക്കത്തില്ലല്ലോ പിള്ളേർക്ക്, അപ്പം നമുക്കും ആകുമല്ലോ. അപ്പോൾ ഞാൻ തേണ്ട അതെവിടെ പോയാലും ഞങ്ങൾ ഇങ്ങനെ സ്നാക്സ് എടുക്കും കേട്ടോ. കുഞ്ഞുങ്ങളുള്ളവർക്കറിയാലോ, അമ്മമാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ യാത്ര ചെയ്താലും കാറിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ പോയാൽ തന്നെ ഞങ്ങൾ സ്നാക്സുകൾ എടുക്കും. കാരണം നമുക്ക് എറണാകുളത്ത് നിന്ന് ഹരിപ്പാട് വരെ പോകണമല്ലോ. അപ്പം കാറിലിരുന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനത്തെ ഉള്ള കുറേ ഐറ്റംസുകൾ എടുക്കും. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ വറുത്ത സാധനങ്ങൾ തിന്നാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കാറിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വേണ്ട ഇങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടെ ചീയപ്പാറ വാട്ടർഫാൾസ് നമുക്കറിയാമത്തെ ചീയപ്പാറ വാട്ടർഫാൾസ്. ഇത് എല്ലാവർക്കും അറിയുന്ന, ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറയാം. നമ്മുടെ ചാർലി മൂവിക്കകത്തിലെ ദുൽഖർ സൽമാൻ ഇങ്ങനെ മുഖം കഴിയുമ്പോൾ ഉള്ളൊരു സീൻ, അത് ഈ ലൊക്കേഷനാണ്. ഇറങ്ങണ്ട. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് അടിമാലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കണം. സമയം ഇപ്പോൾ 2 മണിയായി. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടവരാണ്, പക്ഷെ അടിമാലി എത്തിയുള്ളൂ. ഇനിയും നമുക്ക് നന്നായിട്ട് ട്രാവലിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അടിമാലി തന്നെ ഒരു ടൗണിലൊരു കടയിൽ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഇന്ന് ഇളയാളും അപ്പനും കൂടിയാണ് കേട്ടോ ഇരിക്കുന്നത്. സാധാരണ ഇളയാൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അപ്പം ഞാൻ അവന് ഫുഡ് വാരി കൊടുക്കുന്നത്. മൂത്താൾ അപ്പൻ്റെ കൂടെയാണ്. അപ്പോൾ ഇന്ന് തിരിഞ്ഞു പോയി, മൂത്താൾ എൻ്റെ കൂടെയും ഇളയാൾ അപ്പൻ്റെ കൂടെയാണേ. അപ്പം അവർ ഓർഡർ ചെയ്തത് അൽഫാമായിരുന്നു, കുബൂസും. ഞാനൊരു ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അത് കഴിക്കണം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അറിയാമല്ലോ, ഇനി ഇവിടെ നിന്ന് നല്ല ട്രാവലിംഗ് ഉണ്ട്. കുറച്ചൊരു 1 or 2 hour കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല റൈസൊക്കെ നല്ല വിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ട ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടി പറഞ്ഞ് അതും ഫിനിഷ് ചെയ്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് മൂന്നാർ ടൗണിലെത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് കിലോമീറ്ററോടെ ഉള്ളൂ. അപ്പം മൂന്നാർ എത്തിയതിൻ്റെ ഒരു അടയാളമാണല്ലോ ഈ സൈഡിൽ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളൊക്കെ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ. അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാറെത്തി. മാപ്പ് ഇനി നമുക്ക് 19 മിനിറ്റ് കൂടെ ഉണ്ട് റൂമിലേക്ക്. അതെ, നമുക്കിനി 19 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ റൂമിലേക്ക്. അപ്പം ആ റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ മൂന്നാർ കഴിഞ്ഞൊക്കെ വരണം കേട്ടോ. കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയാണ്.
അപ്പോൾ ഇനി നമുക്ക് 19 മിനിറ്റും കൂടി ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് നല്ല നല്ല വ്യൂ കാണുന്ന കുറേ പോയിൻ്റുള്ള ഏരിയകളാണ്. അപ്പം ഈശോപ്പൻ ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ വേണ്ട ഇവിടെ ഇറങ്ങിക്കണ്ട വ്യൂ കൊണ്ട് എന്താ ഒരു രസം, എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തണുപ്പെന്ന് വെച്ചാൽ സത്യം പറയല്ലോ 3 എത്തുമ്പോൾ ഞങ്ങൾ AC ഇട്ടിട്ടില്ല കാറിൽ, അമ്മാതിരി തണുപ്പായിരുന്നു. തണുപ്പെന്നും പിന്നെ ആ കോട വന്ന് നിൽക്കുന്നതും ആ ഒരു വ്യൂ, എൻ്റെ പൊന്നെ പോയ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോയ ഡേയും കൊള്ളായിരുന്നു. എന്തായാലും പോകുന്നവരൊക്കെ നമ്മൾ ഈ മന്തിൽ തന്നെയൊക്കെ പോകണം. അങ്ങനെ ഫൈനലി നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ റിസപ്ഷനിൽ പോയിട്ട്, നമ്മൾ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, റിസപ്ഷനിൽ പോയിട്ട് ഒന്നും കൂടി നമ്മൾ സൈനൊക്കെ ചെയ്യണം. അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എന്താ ഒരു തണുപ്പെന്നറിയാവോ, എൻ്റെ പിന്നെ കോട. നമുക്ക് അങ്ങനെ നമ്മൾ റിസപ്ഷൻ എത്തി. പിന്നെ നമ്മൾ അവിടെയും ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഫില്ല് ചെയ്ത് ഇനി നമുക്ക് റൂമിലോട്ട് പോകണം. റൂമിൽ പോകുന്നതിന് മുന്നിൽ അതുകൊണ്ട് ഒരു വ്യൂ ആണ് അതേണ്ടി കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തൊട്ടപ്പുറത്താണ് സ്വിമ്മിങ് പൂൾ കേട്ടോ. സ്വിമ്മിങ് പൂൾ നമുക്ക് കോമൺ ആണ് വരുന്നത് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് നമ്മുടെ ലഗേജൊക്കെ എടുക്കുവാണ്. ലഗേജ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അവിടുത്തെ പയ്യനാണ് കേട്ടോ അത്. അപ്പം എല്ലാ ലഗേജും അവൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് കുഴപ്പമില്ല, അത്യാവശ്യമുള്ള എടുത്താൽ മതി, ബാക്കി ഞങ്ങളോട് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേണ്ട റൂമിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ റൂം വരുന്നത് പൊക്കത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറുക റൂമിലോട്ട്. അങ്ങനെ അത് റൂമിലെത്തി. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ ആദ്യം തന്നെ റൂമിൽ കൊണ്ട് വയ്ക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. വ്യൂ ഒക്കെ കാണാൻ പറ്റിയ അടിപൊളി റൂമാണെന്നേ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വാവ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു, കാരണം ഇത്രയും നേരം കാറിൽ തന്നെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മൾ ചായ ഇടാനുള്ള പ്ലാനിങ്ങാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചായ ഇടാനുള്ള എല്ലാം സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ചായ ഇടണം. ചായയും ഫൈനലി ഞങ്ങൾ ഇട്ടു. എന്നിട്ട് ഞങ്ങളിനി ചായ കുടിക്കുക. ഇനി ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇനി താഴോട്ടൊക്കെ പോകത്തുള്ളൂ. അങ്ങനെ വേണ്ട ഞങ്ങൾ താഴെ വന്നു. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് അവർ വിഷ് ചെയ്തതാണ് കേട്ടോ. എല്ലാവരും കൂടി വിഷ് ചെയ്തത്. എനിവേ എന്തായാലും താങ്ക് യു സോ മച്ച് പാലക്കാട് ടീമിനോട്. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എല്ലാവരും വന്ന് വിഷ് ചെയ്തു. അതറിഞ്ഞപ്പോൾ തന്നെ അവിടെ വന്ന് നിന്ന് എല്ലാവരും ഞങ്ങളെ വിഷ് ചെയ്തു. അതായത് ഞങ്ങൾക്ക് നല്ല ഹാപ്പിയായി, നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും കൂടി നല്ലൊരു ഫാമിലി പോലെ ആയിരുന്നു. എന്തായാലും ാണ് വന്നത്. ഒരു പാലക്കാടുകാരാണ് കേട്ടോ. ബാച്ചിലേഴ്സാണ്. 2-3 പേര് ഫാമിലി ആയിട്ടുള്ളവർ. ഫാമിലി മീൻസ് മാരീഡ് ആയവരാണ്. പക്ഷേ അവരുടെ ഫാമിലി ഒന്നും വന്നിട്ടില്ല. എല്ലാവരും ബോയ്സ് മാത്രമുള്ളായിരുന്നു. പക്ഷെ നല്ല സഹകരണം എന്ന് വെച്ചാൽ നല്ല സഹകരണം. പാലക്കാടൊക്കെ ഇത്രയും സ്നേഹമുള്ളവരാണെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലായി. കാരണം എന്താ എല്ലാത്തിനും നല്ല സഹകരണമുള്ള പിള്ളേർ. അപ്പം നൈറ്റൊക്കെ ആയപ്പോൾ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ വെച്ച് ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. ഞങ്ങളെയും വിളിക്കുവാണ്. അപ്പം ഞങ്ങൾ കളിച്ചൊന്നുമില്ല, കാരണം എൻ്റെ കയ്യിൽ ഇളയാളൊക്കെ ഇരുന്ന് അവൻ ആർക്കും പോത്തതുമില്ല. എല്ലാവരും കൂടി കണ്ടപ്പോൾ ആൾ പേടിച്ചിരിക്കുക ഇളയാൾ. പക്ഷേ ഈശോപ്പൻ അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി കണ്ട. ഈശോപ്പൻ അവരുമായിട്ട് ഭയങ്കര ഡാൻസൊക്കെ കളിക്കും. ഈശോപ്പൻ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവരോട്. ആ പിള്ളേർ മൊത്തം ഈശോപ്പനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നേ. അപ്പം നല്ല നല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നല്ലൊരു പുതിയ ഫ്രണ്ട്സിനെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ. നല്ല സഹകരണമുള്ള പിള്ളേർ. അങ്ങനെ അതുകൊണ്ട് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സേഷനായി. നല്ലൊരു നമ്മൾ എല്ലാം ടെൻഷനൊക്കെ മറന്ന് നമ്മൾ അവിടെ ഭയങ്കര ഫുള്ള് ഹാപ്പി ആയിരുന്നു. അങ്ങനെ വേണ്ട ഈശോപ്പൻ അവരുടെ കൂടെ ഭയങ്കര ഡാൻസായിരുന്നു. ഞങ്ങളും കുറച്ച് എൻജോയ് ചെയ്തു.
ബട്ട് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളോ ഇളയാളോ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം എന്നാലും അത് കണ്ടുകൊണ്ട് നന്നായിട്ട് ഹാപ്പിയായി, നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സേഷൻ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ തന്നെ വേറൊരു കപ്പിളും ഉണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി 6-നായിരുന്നു. അവരിപ്പോൾ 12-ാം തീയതിയാണ് വന്നത്. അപ്പം അത് നല്ലൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ, അഭിരാമി. നല്ലൊരു ഫ്രണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇന്ന് 2-ാമത്തെ ദിവസമാണ്. അല്ല, 2-ാമത്തെ ദിവസമല്ല, 1-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഈവനിങ് ആണല്ലോ ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ഇന്ന് 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. രാവിലെ എണ്ണിറ്റു. നല്ല തണുപ്പെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ എന്തൊരു തണുപ്പാണ്. ഈ ഷോപ്പ് ഇവിടെ കിടന്നിട്ട് അറിയുന്ന പോലും ഇല്ല. ഓക്കെ. അങ്ങനെ രാവിലെ തന്നെ ചായ കുടിച്ചില്ല. ചായ കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം കാണാം. ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുടിച്ചിട്ട് വരട്ടെ. വീട്ടിൽ വെച്ച് ഉറങ്ങാത്തവരാ. 2 വട്ടം ഇപ്പോൾ ഉറക്കമായി തണുപ്പിൻ്റെ. അപ്പം രാവിലെ ഇപ്പോൾ സമയം 8:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാക്കേജിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ. ഡിന്നർ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡല്ല. അപ്പോൾ നമുക്ക് രാവിലെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു, പിന്നെ പൂരിയും കുറുമക്കറിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെടുത്തത് ആദ്യം പൂരിയും കുറുമക്കറി, പിന്നെ എഗ്ഗും ഉണ്ട് കേട്ടോ, പിന്നെ ചായ. അപ്പോൾ ഫുഡും അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ചൂട് കോഫിയും ഉണ്ടായിരുന്നു, ചായയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം എടുത്തത് പൂരിയും കുറുമക്കറിയും ആയിരുന്നേ. ഞാൻ ഇഡ്ഡലി ട്രൈ ചെയ്തില്ല കേട്ടോ, കാരണം നമ്മളൊക്കെ എന്നും വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണല്ലോ. പിന്നെ നമ്മളിനി അവിടെ ചെന്നിട്ടും ഇഡ്ഡലി തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇഡ്ഡലി എടുത്തില്ല, പൂരിയാണ് എടുത്തത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. പൂരിയും കുറുമക്കറിയും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ചായ എടുക്കുവാണ്. ഞങ്ങൾക്ക് 4 പേർക്കുള്ള ചായ എടുക്കുവാണ്. ചായക്കൊക്കെ നല്ല കട്ടി കേട്ടോ, അവിടുത്തെ നല്ല ചായക്ക് നല്ല കട്ടിയും നല്ലൊരു സ്ട്രോങ് ചായയാണ് കേട്ടോ അവിടെയൊക്കെ എടുത്താൽ. ഈ തണുപ്പത്ത് അടിപൊളിയാണ് ചായ കുടിക്കാൻ. അങ്ങനെ വേണ്ട അവർ കഴിക്കുന്ന, ഞാനും കഴിക്കാൻ പോവുകയാണ്. അവരപ്പനും മോനും കഴിക്കുകയാണ്. പൂരി കേട്ടോ ഞങ്ങളെല്ലാവരും ആദ്യം എടുത്തത്. പിന്നെ വേണ്ടവർക്ക് ഇഡ്ഡലി എടുക്കാം. പക്ഷെ എന്തോ എനിക്ക് പൂരി കഴിക്കാനാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ പൂരി കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ട് മീൻസ് ഫോട്ടോ എടുപ്പുകളാണ്. കാരണം നമുക്ക് 11 മണി വരെ ഉള്ളല്ലോ ടൈമിനി. അപ്പോൾ അതാണ് നമ്മുടെ പാലക്കാട് ഗ്യാങ്. അവർ ഈ ഷോപ്പ്, അപ്പോഴത്തെ ഈ ഷോപ്പനുണ്ട് അവിടെ. ഈ ഷോപ്പിനെ വെച്ച് കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ക്യാരംസ് കളിക്കുന്നത്. ഞാനും കളിച്ചു കേട്ടോ കുറച്ച് ക്യാരംസ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആകാൻ പോവാണ്. അപ്പം എല്ലാം ഫൈനലി നോക്കുക, വെച്ച സാധനങ്ങളൊക്കെ എടുത്തോ ഇല്ലയോ എന്നൊക്കെ ഒന്നും കൂടി കൺഫേം ആക്കുവാണ്. അങ്ങനെ നമ്മൾ കീ ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് കയറിയതാണ്. പക്ഷെ നമ്മൾ കയറിയില്ല, കാരണം ജീപ്പിലൊക്കെ പോകണം, ഓഫ് റോഡാണ്. അപ്പം പിന്നെ റിസ്ക് എടുത്തില്ല, ഞങ്ങളിങ്ങി പോകുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. മൂന്നാർ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്